തിരികെ വാർത്തയിലേക്ക്. നവകേരളം കിഫ്ബിയിലൂടെ. കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് വലിയ വികസനമാണ് കിഫ്ബിയിലൂടെ സർക്കാർ നടപ്പാക്കിയത്. റോഡുകളുടെയും പാലങ്ങളുടെയും നവീകരണവും നിർമ്മാണവും സ്കൂളുകളുടെ നവീകരണവും ഉൾപ്പെടെ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് മണ്ഡലത്തിന്റെ സമഗ്ര വികസനമാണ് കിഫ്ബി പദ്ധതിയിലൂടെ സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത്. കാഞ്ഞങ്ങാട്ടെ സ്കൂളുകൾ ഹൈടെക്കായി വികസിപ്പിക്കുന്നതിനാണ് കൂടുതലും കിഫ്ബി ഫണ്ട് ചിലവിട്ടത്. 7 വിദ്യാലയങ്ങൾക്ക് ഇതിന്റെ ഗുണം ലഭിച്ചു. 1 കോടി രൂപക്കുള്ള 13 വിദ്യാലയങ്ങളുടെ പ്രവൃത്തിയാണ് നമ്മുടെ നിയോജകമണ്ഡലത്തിൽ നിർവഹിക്കാനുണ്ടായത്. അതിലേതാണ്ട് എല്ലാ വിദ്യാലയങ്ങളുടെ കാര്യത്തിലും ഏറെക്കുറെ ഇപ്പോൾ പണി പൂർത്തീകരിച്ചു. രാവണീശ്വരം, ബല്ല, വസ്തുർഗ്, GHSS മരക്കാപ്പ് കടപ്പുറം, GHSS മടിക്കൈ, ഈ 5 എണ്ണം 1 കോടി പദ്ധതി പൂർത്തീകരിച്ചു കഴിഞ്ഞു. കോടോത്ത് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറഞ്ഞാൽ അംബേദ്കർ ഹയർ സെക്കൻഡറി സ്കൂൾ, അതിൻ്റെ പണി പൂർത്തീകരിച്ചു. എന്നാൽ ഉദ്ഘാടനത്തിനുള്ള തീയതി ഒന്നും നിശ്ചയിച്ചിട്ടില്ല. പെരിയ GHSS 5 കോടി രൂപ ചെലവിട്ടാണ് നവീകരിച്ചത്. അമ്പലത്തറ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, രാമനഗർ SRMG ഹയർ സെക്കൻഡറി സ്കൂൾ, ഉപ്പിലിക്കൈ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ കിഫ്ബി ഫണ്ട് ചെലവിട്ട് നവീകരിച്ച സ്കൂളുകളുടെ പട്ടിക നീളുകയാണ്. കാഞ്ഞങ്ങാട് മണ്ഡലത്തിലെ റോഡുകളുടെയും പാലങ്ങളുടെയും നവീകരണത്തിനും കിഫ്ബി ഫണ്ട് ഗുണകരമായി. കിളിയളം വരഞ്ഞൂർ റോഡാണ്. 10 കിലോമീറ്റർ പണി പൂർത്തിയായി. 28 കോടി രൂപയുടെ ആയിരുന്നു പദ്ധതി. അത് 4.20 കോടി. കിളിയളം പാലം, അതിൻ്റെ പണി പുരോഗമിക്കുന്നു, പൂർത്തിയായിട്ടില്ല. പുളിക്കാൽ പാലം, ആനപ്പെട്ടി, ബാനം, 3 പാലങ്ങളുടെ പ്രവൃത്തി കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർവഹിച്ചിട്ടുണ്ട്. ഈ പടന്നക്കാട് മേൽപ്പാലം വെള്ളരിക്കുണ്ട് വളരെയേറെ മലയോര മേഖലയിലേക്ക് ബന്ധപ്പെടുന്ന ഏറ്റവും ചുരുങ്ങിയ ദൂരം കൊണ്ട് അളവിൽ അവിടേക്ക് എത്തിച്ചേരാൻ കഴിയുന്ന റോഡാണ്. ആ റോഡിൽ വരുന്ന 3 പാലങ്ങളാണ് കിഫ്ബി അനുവദിച്ചിട്ടുള്ളത്. ആ 3 പുളിക്കാൽ പാലം പണി പൂർത്തിയായി. ആനപ്പെട്ടി പാലത്തിൻ്റെ പ്രവൃത്തി ആരംഭിച്ചു, പുരോഗമിക്കുന്നു. ബാനം കൂടി അടുത്തതായി പൂർത്തീകരിക്കാനുള്ള അതിൻ്റെ പ്രവൃത്തി ആരംഭിക്കാൻ പോവുകയാണ്. അതുപോലെ നമ്മുടെ TS തിരുമുമ്പിൻ്റെ പേരിലുള്ള ഒരു സ്മാരകം 42 കോടി രൂപയുടേത് പണി പൂർത്തീകരിച്ചിരിക്കുകയാണ്. 42 കോടി രൂപ ചെലവിട്ട് വെള്ളരിക്കുണ്ട് മിനി സിവിൽ സ്റ്റേഷൻ 10.09 കോടി രൂപ ചെലവിട്ടാണ് നവീകരിച്ചത്. ഇങ്ങനെ കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് മണ്ഡലത്തിന്റെ സമഗ്ര വികസനമാണ് കിഫ്ബി ഫണ്ടിലൂടെ യാഥാർത്ഥ്യമായിരിക്കുന്നത്.